കരയാതെ വാ, കരയണ്ട. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ്. അപ്പൊ ഞാനിപ്പോ ദുബായിലാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ദുബായി വന്നേനല്ല, ഞാൻ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം 1 ഇയർ ആവാൻ പോവാണ് ഞാൻ കണ്ടിട്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ മീനാക്ഷിയെ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇപ്പം ഞാൻ മിറാക്കിൾ ഗാർഡനിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. വന്നിട്ട് അവൾക്ക് ആക്ച്വലി അവളുടെ അടുത്ത് ഞാൻ കുറേ കള്ളത്തരം പറഞ്ഞു. ആക്ച്വലി ഞാൻ അങ്ങനെ കള്ളത്തരം പറഞ്ഞ ഒരാളല്ല, പക്ഷെ ഞങ്ങളുടെ അടുത്ത് കുറേ കള്ളത്തരം പറഞ്ഞിട്ട് പറഞ്ഞു, എടി ഞാൻ ആക്ച്വലി അവൾക്ക് ഞാനിവിടെ ഉള്ള കാര്യം അറിഞ്ഞുകൂടാ. എനിക്ക് എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് വിളിച്ച് പറയണത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സത്യമല്ല, മൂട്ടിൽ തീയും വായിൽ പുകയുമാണ് എനിക്കിപ്പം. ആക്ച്വലി ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് ഇത് വേണമെങ്കിൽ പറ, ഞാൻ അവരെ കൊടുത്തുവിടാം, ഷരുവിൻ്റെ കൊടുത്തുവിടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് കുറേ മോയ്സ്ചറൈസർ വേണം. അപ്പം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ്, വെച്ചാൽ കൂടുതലും ബ്രാൻഡാണ്, പിന്നെ അല്ലാതെ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർക്കത് എന്തോ എനിക്കറിയാം ഭയങ്കര എക്സ്പെൻസീവാണ്. എസ്റ്റിലോൻ്റെ, ഷാർലറ്റ് ലിബറിയുടെ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം നമുക്കതിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് നമ്മുടെ അവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് ഡോക്ടർ ഷെത്തിൻ്റെയും ഡെർമാക്കോടെയൊക്കെ കുറച്ച് പ്രോഡക്ട്സ്, ഷാമ്പൂ കൊടുത്തുള്ളൂ. അപ്പോൾ ഷാമ്പൂ ഒന്നും എൻ്റെ ഇല്ല, കാരണം ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് PR ഇട്ട് കുറച്ച് മോയ്സ്ചറൈസേഴ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ അവൾ ചക്ക വെച്ചലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ചക്ക വെച്ചലും ഇത് ഞാൻ കാണിച്ചാലും ചക്കവല്ലേ ഞാൻ വാങ്ങിച്ചത്. ഞാൻ നമ്മളെ എയർപോർട്ടിലോട്ട് പോണ വഴിക്ക്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോണ വഴിക്ക് ഇതുണ്ടായിരുന്നു, എന്തോന്നും വലിയൊരു കട ഉണ്ടായിരുന്നു വറുത്തത്. അങ്ങനെ ഞാൻ കുറച്ച് മരിച്ചീനി ചിപ്സും അവൾക്ക് മരിച്ചീനി വച്ചലും പിന്നെ കുറച്ച് നമ്മുടെ ചക്ക വച്ചലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര അവൾ പറഞ്ഞു എനിക്ക് ചക്കവറ്റലൊക്കെ തിന്നാൻ തോന്നണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റൊക്കെ ശരണ്യയിൽ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് തിങ്കളാണ്, നീ ലീവ് എടുക്കണം, എന്നിട്ട് അവളോട് ഒന്ന് കറങ്ങാനൊക്കെ നീ പോകണം. കാരണം അവളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം കറങ്ങാനൊക്കെ പോകണം, അവൾക്ക് ആരുമില്ല, അവൾ ഒറ്റയ്ക്കാണ്. അപ്പം നീ അവളോട് ഒരു ദിവസം ഗേൾസ് ട്രിപ്പായിട്ട് പോകുന്നൊക്കെ ചോദിച്ചു കുറേ കള്ളം പറയും. അപ്പോൾ അവൾ പറഞ്ഞു എടി ഞാൻ ലീവ് എടുക്കാമെന്ന് വെച്ചപ്പോൾ അവളുടെ ബോസ് ലീവ് കൊടുത്തില്ല. അങ്ങനെ ഇപ്പോൾ അവൾ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ശരിയും കൂടെ രാവിലെ പോലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവൾ വരുമെന്നുള്ള. അപ്പോൾ ഉച്ചയ്ക്ക് പറയാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് പറഞ്ഞപ്പോൾ ലീവില്ല. ഇനി ഞങ്ങൾ മിറാക്കിൾ ഗാർഡനിലൊക്കെ പോയിട്ടാണ് ഇപ്പോൾ വന്നത്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്തോ എനിക്ക് നഷ്ടപ്പെട്ട ഒരു സാധനം. ആക്ച്വലി അത് അവിടെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ എനിക്കൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞാൻ. സത്യമല്ല, ഞാൻ പറയൂലേ, എനിക്ക് എന്ത് കാര്യവും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ്. അവളുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞാൽ അവളെ തന്നെ നിൽക്കും. ചാവമ്പം മണ്ണിലലിഞ്ഞ് പോവുകയുള്ളൂ, വിശ്വസിച്ച് എന്തും പറയാൻ പറ്റുന്ന ഒരാൾ. സോ അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആണ്. അവൾക്ക് കുറേ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട്. ആക്ച്വലി എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അവളെ കാണുമ്പോൾ ബൊക്കെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വിളിക്കണമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അതിനുള്ള ഒരു അവസ്ഥയല്ല. ഇവിടെ ബൊക്കയ്ക്കൊക്കെ കൊടുക്കത്ത റേറ്റ് ഗൈസ്, ഇവിടെ ജീവിക്കിച്ചിട്ട് പാടാണ്. ഒന്നും നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുക. ഓക്കെ, അപ്പോൾ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ അവളിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ് കയറിപ്പോൾ വരും, ഒരു 15 മിനിറ്റ്സിനകത്ത് വരും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കണേ ഷരു ഇവിടെ, ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷരു ഇവിടെ നിപ്പുണ്ട്. ഷരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ നിപ്പുണ്ട്, റൂമിൽ വന്നാൽ മതി. റൂം നമ്പറും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തുവാണ്, കാരണം അവൾ പ്രതീക്ഷിക്കല, കാരണം ഞാൻ അങ്ങനെ കള്ളത്തരം പറയാം അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. അപ്പം എല്ലാം ഞാൻ സത്യസന്ധമായിട്ടുള്ള സംഭവമാണ്. അപ്പം അവൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കല്ല. പക്ഷേ എനിക്ക് പേടിയാവണം അവൾക്ക് അറ്റാക്ക് വല്ലതും വരുമെന്ന്. കാരണം ഭയങ്കര സെൻസിറ്റീവാണ്. സെൻസിറ്റീവായിട്ട് ചോദിച്ചാൽ ഒന്നും പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം അങ്ങനെയല്ല, ചില കാര്യമൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അമ്മേരെ അടുത്ത ആളാണ്. എൻ്റെ അമ്മ ഞങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക്, അതേ കണക്കത്തെ ഒരു അടുത്ത ആളാണ് അവൾ. ഞാൻ അവളെ വീട്ടിൽ പോലും പറഞ്ഞില്ല ഞാൻ ഇവിടെ വരണം എന്നുള്ള കാര്യം. എൻ്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മ മെസ്സേജ് പറഞ്ഞു കൊടുക്കല്ലേ, സർപ്രൈസ് തരാൻ ഞാൻ അങ്ങോട്ട് വരണമുണ്ടെന്ന്. സത്യം പറയാൻ എനിക്ക് അറിഞ്ഞൂടെ, അത്ര ഞാൻ സന്തോഷത്തിൽ ഞാൻ വന്ന്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞാൻ വെയിറ്റിംഗ് ആണ്, മിണ്ടാതിരിക്കണം. വന്ന് കോണിംഗ് ബെല്ല് ഞക്കുമ്പം നമുക്ക് പോയി വിളിക്കാം ഗൈസ് മീനുവിനെ. സോ ഗൈസ് ഫോൺ മാറ്റി ഞാൻ. എൻ്റെ ഈ ഫോണിൽ അവൾ എനിക്ക് വേണം, ഇതിൽ എൻ്റെ നെറ്റ് ഉള്ളൂ. ഇതിലെനിക്ക് അവൾ ഇപ്പം അയച്ച മെസ്സേജാണ്, ഞാൻ കേൾപ്പിച്ച് തരാം. പട്ടി നീയും കൂടെ വരാനുള്ളായിരുന്നടി, എനിക്കാണെങ്കിൽ വിഷമം വരണം, നിന്നെ കാണണം, എനിക്ക് ഉന്നെ ഇപ്പം പാക്കണോ.
ദൂരം ഒരുപാടൊന്നും ഇല്ല, പക്ഷെ പോയിട്ട് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താനായിട്ട് താമസിക്കൂടി. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, അതായത് ബിസിനസ് അവേഴ്സില്ല, ഓഫീസ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ഓഫീസ് ടൈം കഴിയണമെന്ന് വെച്ചാൽ 5:30 തൊട്ട് അങ്ങോട്ടാണ്. അപ്പം ഇപ്പം എൻ്റെ ഓഫീസ് 6 മണിക്ക് കഴിയും. ആ ഒരു സമയം തൊട്ടൊക്കെ ഇവിടെ ഭയങ്കര റോഡിൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, ട്രാഫിക് ആയിരിക്കും. പിന്നെ ഞാൻ റോഡ് കഴിഞ്ഞ് മെട്രോയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാക്സിമം 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അതിനിടയ്ക്ക് ഞാൻ അവളുടെ അടുത്തെത്തും. പറഞ്ഞേക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞു നീ കൂടെ വരാളെ. ഞാൻ പറഞ്ഞു എടി വീട് പണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വരണം, പിന്നെ എനിക്ക് വരാൻ പറ്റണ ഒരു സാഹചര്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ്. പക്ഷെ എന്നാലും സത്യമല്ല, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കണുണ്ടായിരുന്നു എനിക്ക് മീനുവിനെ പോയി കാണണം, മീനുവിന് സർപ്രൈസ് കൊടുക്കണം. പക്ഷേ ഒരൊറ്റ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ആരെ ഹെൽപ്പ്, എനിക്ക് മീൻസ് സ്ഥലം, താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യും എനിക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു എനിക്കൊരിക്കൽ അമ്മയെ കൊണ്ടുവരണമെന്നുണ്ട്. എനിക്ക് ഈ എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ദേഹമൊക്കെ ഇങ്ങനെ ചൂട്, എനിക്ക് എക്സൈറ്റ്മെൻറ്റ് വരണം. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു 7 മണിക്കകത്ത് അവൾ വരണം. കുറേ നേരം ഈ കെട്ടിപ്പിടിച്ചിരിക്കണം. 8 മണിക്ക് അവളേനും പോകണം. നമുക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാൻ കഴിച്ചത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള കുക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഊഹിക്കാം. പക്ഷേ അവൾ നല്ല കുക്കാണ്. കഴിച്ചാൽ അവൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. എനിക്ക് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന അവളാണ്. ആൻഡ് അവൾ അമേരിക്കൻ ചോപ്സിയൊക്കെ തിരുവനന്തപുരത്തെ കടയിലൊക്കെ അമേരിക്കൻ ചോപ്സിയൊക്കെ വേസ്റ്റ് അവളുണ്ടാക്കും. ഷെറ്റാണ്. അയ്യോ എനിക്ക് സോ ഗായ്സ് അവൾ വന്നിട്ടുണ്ട്. അവൾ എമിറേറ്റ്സ് മോളിൽ അവിടെ എത്തി. ഇപ്പം എത്തും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ഇപ്പം വരും. നമുക്ക് ചെല്ലണം, വാതിൽ തുറക്കണം, കാണണം. ഇവിടെ വെയിറ്റിംഗ് ആണ് ഗായ്സ്. ഇതുവഴി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, നിങ്ങൾക്കറിയാൻ പറ്റൂ. കണ്ടാ അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അവൾ വന്നിട്ടുണ്ട്. അവൾ വന്ന് സർപ്രൈസ്. കരയണ്ട. കരയണ്ട. ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മേരെ അടുത്ത ആളാണെന്ന്. വിശ്വസിച്ചില്ലല്ലേ? എന്നോട് പറഞ്ഞോ വന്നത്. എവിടെയാ രാക്ഷസി? തൻ്റെ എടി വെളിയില്. 5 മിനിറ്റ് ഷോക്കല്ലേ? ശരണിയെ ചായ കുടിക്കാൻ പോയിക്കണ. കൊറേ നാളായി നിങ്ങളൊക്കെ കണ്ടിട്ട്. എനിക്ക് ഞാൻ തന്നെ മേടിച്ച അമ്മ ഇനി ഒരു നിന്റെ അടുത്ത് വിളിച്ച് പറയുന്നത് സർപ്രൈസ് ആയിട്ട് വരണുണ്ട്. ഇന്നലെ മുതല് മനീഷിയായി ഇന്ന് രാവിലത്തേക്കുള്ള ദിവസത്തിനാണ് ഒരു പ്ലാൻ ചെയ്യണം. ഞാൻ ഒരു ചേട്ടനെ ചോദിച്ചേടി സ്റ്റോറി ഇടട്ടെ, നീ ഉള്ളത് ഇട്ടോ, ഞാൻ ഉള്ളതിടണ്ട. ഒരു സ്റ്റോറി പോലും എന്തോന്നു സൗണ്ട് എനിക്ക് കേട്ടപ്പോ ചെറുതായിട്ട് നിന്റെ സൗണ്ട് പോലെ ഇന്നലത്തെ നിന്റെ സൗണ്ട് പോലെ അങ്ങനെ പക്ഷെ ഞാനായിരുന്നു അവിടെ ഇരുന്ന് പൊളന്നേക്കാൻ. അവൻ എമിറേറ്റ്സ് മോളിൽ എന്തോ നിന്നിട്ട് ഇട്ടതില് എപ്പടിയുണ്ട് ദുബായില്? ദുബായ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് എന്റെ നെക്കർ വരെ കീറിയിരിക്കണം. എന്നാ പിന്നെ തിന്നാൻ ഓർഡർ ചെയ്തോളാം. എനിക്ക് വിശക്കണ്. ഞാൻ നമുക്ക് പുറത്ത് പോയി കഴിക്കാം. നിന്റെ ചക്ക വറ്റലും മരിച്ചീനി. ഈ പാടല്ല അല്ല പേടല്ല നിനക്കല്ല, അത് വേറെ ശരണ്യ എന്നോട്
നിന്റെ സ്കിൻ കെയർ. ഇതാണ് ഗൈസ് മെയിൻ. ഇതിനെ കണ്ടു ഇതിലെന്റെ അതിനകത്ത് ഒരു ലോഡ് മോയ്സ്ചറൈസർ. എനിക്ക് നിനക്ക് അവിടെ നിന്ന് വന്ന് വളർത്തുന്നവരല്ല എല്ലാ മോയ്സ്ചറൈസറും ഉണ്ട്. 12 മാസത്തേക്ക് 12 എണ്ണം. അതാണ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫേസ് വാഷും സെറ്റ് അല്ലേ? ഇതിവിടെ കിട്ടൂലല്ലോ. നമ്മളെ പ്ലാന്റ്സ് ഒന്നും ഇവിടെ കിട്ടൂല. എങ്ങനെയുണ്ട്? നീ ഞെട്ടിയാ? മാറി. ഓ എനിക്ക് പറയാൻ വയ്യ ഗൈസ്. ഞാനിവിടെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സൗണ്ട് ഒന്നും വരണില്ല. എക്സൈറ്റ്മെന്റ് ഇരിക്കില്ലേ? ഇവിടുത്തെ ഹോട്ടലിലൊക്കെ എന്തായാലും ഇവിടുത്തെ പൊറോട്ടക്കൊക്കെ 2 ദിവസം നാട്ടിലത്തെ 24 അല്ല 48 രൂപ. അതുകൊണ്ട് നമുക്ക് പച്ചവെള്ളം, ഞാൻ ഇഷ്ടം പോലെ വെള്ളമാണ് ഇവിടെ. വെള്ളം 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 അതാണ് നല്ലത്, ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, നമുക്കിനി പുറത്തു പോവാം. നിനക്ക് എത്ര മണിക്ക് നിന്റെ റൂമിൽ കയറണം? പണ്ടത്തെ പോലെ ഹോസ്റ്റലിലല്ല, ഇവിടെ AC ഉണ്ട്. നിനക്ക് ഇപ്പോഴും നിനക്ക് അതിന് ഒരു കുറവുമില്ലല്ലേ മീനു? നമ്മളൊക്കെ കോച്ച് വതം പിടിച്ച് കിടക്കുമ്പോഴും ഇവക്ക് ഫാൻ ഇല്ലാതെ പറ്റൂല കൈസ്. ഫാനും AC പറയുന്ന കേട്ടാ തോന്നും മൂട്ടിൽ വരെ AC വെച്ചിട്ട് അവള് ജീവിക്കണേണെന്ന്. ഞങ്ങളൊക്കെ ദുബായ് എമിഗ്രൻസ്. ഇത് കവളൊക്കെ വെച്ച് നല്ല ഞാൻ നീ പട്ടിണിയാണെന്ന് ഇവിടെ. എന്തൊരു പട്ടിണിയൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയില്ലേ തിന്നണം. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരിക്കും പാലക്കാടൻ വട്ട അതില്ലാതെ എനിക്ക് ഉറങ്ങില്ല. നാട്ടിൽ മറ്റേ വെള്ളച്ചോറ് ഞാൻ മാമീന്റെ അടുത്തൊന്നും പറയാത്തെന്താ, വേണമെങ്കിൽ മാമി വിളിച്ചു പറയാം. സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് കൊടുക്കാം ഗൈസ്. മാമിക്ക് സർപ്രൈസ് കൊടുക്കാം. അത് ട്വിസ്റ്റ് ഗൈസ്. നമുക്ക് മാമിക്ക് സർപ്രൈസ് കൊടുക്കാം. ഒരാളെ കാണിച്ചു. സോ ഗൈസ്, ഷൊട്ട കണ്ടോടനെ വിശപ്പ്. അതെവിടെന്ന് പണ്ട് ഈ നാറിക്കുള്ളതാണ്. നീ പറ, ഇത്രയും ദിവസം കണ്ടിട്ട് എന്റെ മാറ്റങ്ങളൊക്കെ നീ ഒന്ന് പറ കേക്കട്ട്. സോറി ഒന്നും പറയാനൊന്ന് പടുവാഴ. അന്നത്തെ ഇത് മിറാക്കിൾ ഗാർഡനിൽ പോയിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചത് കട്ട് ഫ്രൂട്ട്സ്. അയ്യോ അതെടുത്ത് കഴിയും. ഒടുക്കത്തെ പുളിപ്പ്. എനിക്ക് കോച്ചോദം വന്നിട്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം ഫ്രഷാ, പക്ഷെ പച്ചയ്ക്കാ വെട്ടിയിട്ട് വന്നത്. പോവാം, നമുക്ക് പോയിട്ട് കഴിക്കാം. ഒരു എമറേറ്റ്സ് മോളിൽ പോയി കഴിക്കാം. അപ്പൊ നിനക്ക് എവിടെ പോകണം? എടി എവിടെ വേണോ പോകാൻ ഞാൻ റെഡിയാണ്. വാ. സോ ഗൈസ് നമുക്ക് പോവാം ഗൈസ്. വാ കമോൺ. എവിടാ? അനിയത്തിയെ വിളിക്കാണ്. നമുക്ക് വിളിക്കാം. വാവയെ വിളിക്കാം. വാവയെ എടുക്കാനില്ല. വീഡിയോ കോളി ഇങ്ങനെ കാണുള്ളൂ. ഒരാളെ കാണിച്ചു തരാന്ന് പറയാം. ഈ കാണുന്ന തുണി അവള് മാറ്റിയതാണ്. ഞാനത് എടുത്തു പറയാം, അവള് മാറ്റിയതാണ്. 3 തവണ ഹോട്ടലിന്റെ വെളിയിൽ ഇറങ്ങി. ആദ്യം തണുക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് അവള് മാറ്റിയില്ല. പിന്നെയും പോയി മാറ്റി തണുക്കണം എന്ന് പറഞ്ഞു. ഷോർട്ട് ഡ്രസ്സ് ആയിട്ടൊന്നും എൻ്റെ പൊന്നി. ഞാൻ ഹോട്ടലിന് വെളിയിറങ്ങി കാലിൽ പോച്ചു വാദം. അങ്ങനെ പിന്നെ ഡ്രസ്സ് മാറ്റി, പിന്നെ ഫുഡ് കൊടുക്കത്തെ വെച്ച്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് കഴിക്കണം? മന്തി. അങ്ങനെ നമ്മൾ എന്തൊരു മന്തി. സോ ഗായ്സ്, ഞങ്ങൾ മന്തി കഴിക്കുകയാണ്. ആക്ച്വലി ഇതാ സൂപ്പർ മന്തിയാണ്. ഇവിടെ മന്തി തരണതിന് മുമ്പ് ആട്ടിൻ സൂപ്പ് വരും. ഞങ്ങൾ മട്ടൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മട്ടൻ സൂപ്പ് വരും നമുക്ക് ആദ്യം. അത് സൂപ്പറാണ്. പിന്നെ അതിന് ശേഷം മട്ടൻ റൈസും മയോണൈസൊന്നുമില്ല, മറ്റേ ടൊമാറ്റോയുടെ സാധനം ഉണ്ടല്ലോ അതും റൈസും. നമ്മുടെ ഈ മട്ടൻ ഭയങ്കര ജ്യൂസ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സത്യം പറയാമല്ലോ എനിക്ക്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മന്തി കഴിക്കുമ്പോൾ ഞാൻ ഇത് മിസ് ചെയ്ത് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മന്തി കഴിക്കൂല, അവിടുത്തെ മന്തിയെ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴെങ്കിലും പോകുമ്പോൾ കഴിക്കും. സീരിയസ്ലി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അത്രയ്ക്ക് സൂപ്പർ മന്തിയായിരുന്നു ഗൈസ്. അത്രയ്ക്ക് സൂപ്പർ മന്തി. എനിക്കെനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ചേട്ടാ, കുറേ നേരം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ പേരായിരുന്നു. നമ്മളെ ഫ്രണ്ട്സിൻ്റെ കാര്യം നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് നമ്മളെ പല ഫീലിങ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഞങ്ങൾക്ക് ഇപ്പോഴാണ് എനിക്ക് സത്യം നമുക്ക് ഈ ഒരു സംഭവം മിസ് ചെയ്യും. ഇപ്പം മീനു ആണെങ്കിലും മീനു ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഒരു ഒറ്റപ്പെടൽ നമുക്ക് വരും. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ വരും. സത്യം ഞാൻ ഭയങ്കര വിഷമമാണ് ഗൈസ്. അത് ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ ഇപ്പം മീനാക്ഷിയും പോയപ്പം എനിക്ക് ഭയങ്കര പക്ഷേ മീനാക്ഷിയും ഗോപിയും പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. എനിക്ക് മറ്റേ ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, എനിക്കിപ്പം ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അവർക്ക് തരാൻ പറ്റുന്ന സാധനം തരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട്. വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് വൈബല്ല, നമ്മുടെ ആ ഫീമെയിൽ ഫ്രണ്ട്സിന് നമുക്ക് തരാൻ പറ്റുന്ന സംഭവമുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യണം, നമുക്ക് ഓരോ നുണ പറയണതും നമ്മൾ വായി നോക്കണതും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൂപ്പറായിട്ടുള്ള സംഭവമാണ്. സോ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് നമ്മൾ കുറേ നേരം സംസാരിച്ച്. പിന്നെ പെപ്സി വാങ്ങിച്ചേട്ടാ അവിടുത്തെ. എൻ്റെ പൊന്ന് ഗായ്സ്, അവിടുത്തെ പെപ്സി എനിക്ക് പറയാതിരിക്കാൻ. ഞാൻ മറ്റൊരു രാജ്യം ഞാൻ ഭയങ്കര നമ്മളെ രാജ്യത്തിനേക്കാൾ മറ്റൊരു രാജ്യം പുകഴ്ത്താൻ അങ്ങനെയല്ല.
എനിക്കൊരു ഡിഫറൻസ് ഉണ്ട് ക്വാളിറ്റിയിൽ. എന്ത് സൂപ്പർ. എനിക്ക് തോന്നുന്നു അവിടെ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണെന്ന്. എന്തെന്ന് പറയുക, ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് അത്രയ്ക്ക് കിടിലൻ സാധനമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു ഗൈസ്, സൂപ്പർ. അൽ കിടിലമായിരുന്നു ഗൈസ് ഇത്. സൂപ്പറായിട്ടുള്ള സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത്രയ്ക്ക് പൊളിയായിരുന്നു. പെപ്സിയൊക്കെ ഞങ്ങൾ രണ്ടോടെ ഈ ഒരു പെപ്സി കുടിച്ച്, കാരണം എനിക്ക് പെപ്സി ആയാലും കുടിച്ചുകൂടാ. എന്നിട്ട് കുറച്ച് ഞാൻ അവളോട് കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ മെട്രോയിൽ കയറി. അവിടെ നിന്നാണെങ്കിൽ പറഞ്ഞ് നിന്നു. പിന്നെ അവൾ നിൽക്കുന്ന സ്ഥലമാണ് അൽ കരാമ. എനിക്കതിൽ ഭയങ്കര വൃത്തിയാണ് എവിടെ ആയാലും. ആൻഡ് ഇത് ഒരുപാട് മലയാളീസ് ഉള്ള സ്ഥലമുണ്ട്. അവിടെ കരാമയിൽ പോയി. എനിക്ക് കരാമ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ കരാമേനെ ഓർമ്മ വരും. അങ്ങനെ കരാമയിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചായ കുടിച്ചു. പിന്നെ ഇവിടെ ത്രിഫ്റ്റ് സ്റ്റോറിൽ കൊണ്ടുപോകും, എന്നെ ത്രിഫ്റ്റ് ബസാറിൽ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി. ഞാനൊന്നും എടുത്തില്ല, ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ആൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അവളുമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയായിരുന്നു. അത് വേറെ വ്ളോഗൊക്കെ വരും. ഞാൻ അവളുടെ ഷോപ്പിങ്ങിന് പോയി. സൂപ്പർ സ്ഥലമായിരുന്നു ഗൈസ്. അമേസിങ് ആയിരുന്നു ഗൈസ്. അവളോട് പോയപ്പോൾ അത്രയ്ക്ക് അമേസിങ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വിട പറയുക മീൻസ് കുറേ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് കുറേ വ്ളോഗ് ഉണ്ട് ഞങ്ങളാ, അത് നിങ്ങൾ കണ്ടു നോക്കുക. സോ ഇത് ഇത്രയേ ഉള്ളൂ, സർപ്രൈസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ ചിറ്റർത്തന്നെ പറയും. എനിക്ക് നാളെ രാവിലെ എനിക്ക് പണിക്ക് പോകണം ഗൈസ്. ഞാൻ ഉറങ്ങട്ടെ. നമ്മളെ പോലെയല്ല ഗൈസ്, അവൾക്ക് പണിക്ക് പോവാനുള്ളതാണ്. അപ്പൊ അവൾക്ക് ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. 4 മണിക്കൂർ ഉറങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4 മണിക്കൂർ ഉറങ്ങാൻ ഞാൻ ഉറപ്പ് തന്നെ. ഞാൻ അരമണിക്കൂർ വേണ്ട, 15 മിനിറ്റ് ഉണ്ട് ബാക്കി ഇതിന്. വാ, സീരിയസ് ആയിട്ടോ, ഞാൻ വാ. സോ ഗൈസ്, ഞാൻ വിട പറയുകയാണ്. ഞാൻ നാളെ രാവിലെ പോകും. അയ്യോ കണിക്കല്ലേ, എന്നെ ഇത്രയും നേരം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയും ബഹളവും ഒക്കെ ആയിരുന്നു. കണ്ടുടനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അതാണ് സ്വഭാവം. അപ്പോൾ ഞാൻ പോകുന്നതിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? കരയരുത്. നീ വന്നപ്പോൾ നീ കുറച്ച് കരഞ്ഞു. കരഞ്ഞില്ല. പറ. ഇല്ല, ഞാൻ ഇനിയും കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഭയങ്കര മിസ്സിങ്. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഭയങ്കര ഒട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഭയങ്കര പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ഇവൾ ഇത്രയും ദിവസം കഴിയുമ്പോൾ പോവും എന്നൊരു പ്ലാൻ എന്റെ മനസ്സിൽ ഓൾറെഡി ഫിക്സഡ് ആയിരിക്കുമല്ലോ. വന്നിട്ടില്ല, കണ്ടിട്ടില്ല, അങ്ങനെ വിചാരിക്കുക, നിവർത്തേ ഉള്ളൂ. എന്നെ അങ്ങോട്ട് മറക്കുക, അങ്ങ് പറയുക. എനിക്കിതേ പറയാനുള്ളൂ. ഇവിടെ വന്നിട്ട് ഇത്രയും നാള് ഞാൻ ഭയങ്കര മിസ്സിങ്. തലേദിവസം വരെ ഇവിടെ കാണാൻ തലേദിവസം വരെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കൂട്ടിയതായിരുന്നു. ഞാൻ വോയിസ് കേൾപ്പിച്ചോടാ, നീ എനിക്ക് അയച്ചില്ലേ വോയിസ്? നീ എന്തടി വരാത്തേടി പട്ടി എന്നൊക്കെ പറഞ്ഞ് അയച്ചില്ലേ? അത് ആക്ച്വലി ഗൈസ്, എനിക്ക് അവിടെ ഞാൻ ആമ്പിള്ളേരോടെ നടന്നപ്പോൾ നിങ്ങളൊരിക്കലും ഫുള്ള് കറങ്ങാൻ. അങ്ങനെയല്ല, എനിക്ക് ഫുള്ളും ആമ്പിള്ളേരാണ്. എനിക്ക് ആകെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ള ഇവളും ഗോപിക എയറിലാണ് ഗൈസ്, എയർ ഹോസ്റ്റസ് ആണ്. ഇവിടെയാണ്. അപ്പോൾ എനിക്ക് ആരും കാണാനൊരു നിവർത്തിയില്ല. ഒന്ന് വിളിച്ച് 2 ചീത്ത വിളിക്കണമെങ്കിൽ പോലും അവളെ വിളിക്കുമ്പോൾ അവൾ സ്വിച്ച് ഓഫ്, അവൾ വിളിക്കുമ്പോൾ അവൾ ഉറക്കാം. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മൾ ചില സമയത്ത് നമ്മളെ ഫെമൈൻ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തിനാ എന്നെ പറയണം, നിനക്ക് ഇംഗ്ലീഷ് പിടിപാട് പറ, എന്തോ ടച്ച്, ആ ഒരു ടച്ച് ചില സമയത്തില്ല. മെയിൽ ടച്ച് തെറ്റിദ്ധരിക്കല്ലേ ഗൈസ്. ഫുൾ നമ്മളിപ്പം ആ ഒരു സർക്കിളിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ ഒരു കൂട്ടം എപ്പോഴും മിസ് ചെയ്യും. ആമ്പിള്ളേർ നടന്നു ഞാനിപ്പോൾ ആണായോ എന്നാണ് ചില സമയത്ത് എൻ്റെ ഡൗട്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് സത്യം ചില സമയം നമ്മൾ പെമ്പിള്ളേർ മാത്രം ഇരിക്കുന്ന ടൈമുണ്ട്. അപ്പോൾ അതെന്ത് സന്തോഷമുള്ള സമയം. അങ്ങനെ കുറച്ച് 10 മിനിറ്റ് നുണയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലെ ഭാരം അങ്ങ് പോയി. നമ്മൾ വിളിക്കണ പോലും അത്രയ്ക്ക് വിളിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇവിടെ നിന്നാലും വിളിക്കുമ്പോൾ എന്തായാലും സംസാരിക്കും. വിളിക്കണ സമയത്ത് മണിക്കൂറുകളോളം സംസാരിക്കും. പക്ഷെ എന്നാലും കണ്ടിന്യൂസ് ഇപ്പം നാട്ടിലായിരിക്കുമ്പം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പം 2 മാസം വീട്ടിലായിരുന്നു. അത് വീട്ടിലായിരുന്നു. പക്ഷെ എന്നാലും അല്ല, നമ്മ അവിടെ നിന്നപ്പം മധുര നിന്നപ്പോ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോ. ആക്ച്വലി എനിക്ക് മനസ്സിലായത് ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ എന്നും വിളിച്ച് ഓർപ്പിക്കണ്ട. ഞാനിവിടെ ജീവനോട് ഒരു 500 വ്ളോഗ്സിൽ തന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വിളിച്ച് ഓർപ്പിക്കണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഇവർ രണ്ടുപേരെ കാര്യത്തിലാണ്. ഒരിക്കലുമില്ല. അത് ഇവളെ റീപ്ലേസ് ചെയ്യാൻ ജീവിതത്തിൽ ഒരാളും. എനിക്ക് വയ്യ എന്നെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് കുറച്ച് പച്ച ചീത്ത വിളിക്കും ഗൈസ്. പോണ ഗൈസ്. ഞാൻ നാളെ രാവിലെ പോവും. ഇന്ന് മീനും ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ചാണ് കിടക്കണത്. സോ ഗൈസ്, ഗുഡ് നൈറ്റ്. ബൈ. ബൈ ബൈ.